കണ്ടാൽ വെറുതെ ശാന്തമായിട്ടുള്ള ഒരു പൊസിഷൻ, എന്നാൽ ആ ഒരു പൊസിഷനിലോട്ട് സൂക്ഷിച്ചു നോക്കിയാൽ അടിപൊളിയായിട്ടുള്ള ഒരു ചെക്ക് മേറ്റിംഗ് പാറ്റേൺ ഉണ്ട്. ഒന്ന് കണ്ടാലോ നമുക്ക്. ഇവിടെ ബ്ലാക്ക് ടു മൂവ് ആണ്. ഇവിടെ ബ്ലാക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. വെറുതെ ഈ നൈറ്റിനെ ഇവിടേക്ക് കളിക്കുന്നു, സെൻട്രലൈസ് ചെയ്യുന്നു. വൈറ്റ് എന്ത് ചെയ്യുന്നു? വൈറ്റ് ഈ ഒരു ബിഷപ്പ് ഒരു പ്രശ്നക്കാരനാണല്ലോ എന്ന് വെച്ചിട്ട് ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. അപ്പോ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഒരു ശാന്തമായ പൊസിഷൻ അല്ലേ, സാധാ പോലെ കളി മുന്നോട്ട് പോകുന്നു. ഒരുപക്ഷെ ബിഷപ്പിനെ ഇവിടെ പുറകോട്ട് വലിക്കുമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക, ഒരുപക്ഷെ നൈറ്റ് വെച്ച് നൈറ്റിനെ വെട്ടുമായിരിക്കും. ഇതൊക്കെയല്ലേ നമ്മൾ സാധാരണ കളിക്കുക. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് ഇവിടെ ബ്ലാക്ക് കളിക്കാൻ പോകുന്ന ഒരു സൂപ്പർ ബ്രില്യൻ സീക്വൻസ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. ഇവിടെ നിന്ന് വെറും 3 മൂവ്സിൽ ഒരു ഫോഴ്സ് ചെക്ക്മേറ്റ് ഉണ്ട്. അപ്പോ ഈ പൊസിഷനിൽ ഇപ്പൊ എന്താ പ്രത്യേകത? ഓക്കെ, ബിഷപ്പ് ഉണ്ട്, ഈ 2 ബിഷപ്പുകളുണ്ട്, നൈറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെയാണ് ഒരു ഫോഴ്സ്ഡ് ചെക്ക്മേറ്റ്? എന്താ ഇവിടുത്തെ പ്രശ്നം? നമുക്ക് നോക്കിയാലോ, എങ്ങനെയാണ് അവിടെ അത് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുക? ഈ ബിഷപ്പ് പുറകെ പോകുന്നത് എന്തായാലും അത്ര നല്ല ഐഡിയ ഇല്ല, കാരണം അപ്പോ 3 മൂവ്സ് കിട്ടില്ല തീർക്കാൻ. നമുക്കൊന്ന് കണ്ടാലോ. ഇവിടെ ബ്ലാക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സൂപ്പർ മൂവ് ക്വീൻ ടു h4 ആണ്. ഒരു ക്വീനെ അങ്ങ് സാക്രിഫൈസ് ചെയ്യുന്നു. അപ്പോ ഈ ചെക്കിന് ഈ ഒരു ക്വീനെ എടുക്കാതെ വേറെ നിവർത്തിയൊന്നുമില്ല. അതുകൊണ്ട് വൈറ്റ് വെച്ച് വെട്ടിയെടുക്കുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യണം? ഈ ബിഷപ്പിന് വീണ്ടും അറ്റാക്ക് ചെയ്തിരിക്കുക. അപ്പൊ ബിഷപ്പ് എവിടെ പോകണ്ടേ? ഇവിടേക്ക് പോവോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവോ? വെറുതെ എന്തിനാ ഈ ക്വീൻ കൊടുത്തേ? നിങ്ങൾക്ക് എന്താ തോന്നണേ? ഈ ക്വീൻ കൊടുത്തതിന്റെ ഉദ്ദേശം വേറൊരു സാക്രിഫൈസിനും കൂടിയാണ്. പക്ഷെ എവിടെ സാക്രിഫൈസ് ചെയ്യും? നിങ്ങൾ ഈ മൂവ് ഉണ്ടോ? നൈറ്റ് ടു d3 ചെക്ക്. അപ്പോ നൈറ്റ് വെച്ചിട്ടാണ് ചെക്ക്. അപ്പൊ ഇങ്ങോട്ട് വരാൻ പറ്റില്ല കിങ്ങിന്. ഒന്നെങ്കിൽ ഈ പോൺ വെച്ച് വെട്ടണം, അല്ലെങ്കിൽ ഈ പോൺ വെച്ച് വെട്ടണം. ഇത് വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക്മേറ്റ് കാണാവോ? ഇത് ചെക്ക്മേറ്റ് ആണ്. ഇനിയിപ്പോ ഇത് വെച്ച് വെട്ടിക്കഴിഞ്ഞാലോ? ഇവിടെയും ചെക്ക്മേറ്റ് ആണ്. ഇത് ചെക്ക്മേറ്റ് ആവാൻ കാരണം കിങ്ങിന് മുന്നോട്ട് വരാനും പറ്റില്ല, ഈ ബിഷപ്പ് ഉള്ളതുകൊണ്ട്. അടിപൊളിയായുള്ള ചെക്ക്മേറ്റിംഗ് കോമ്പിനേഷൻ. എങ്ങനെയുണ്ട്?